കണ്ടപ്പോഴേ നമുക്കറിയാം മസ്താനി ഇന്ന് എത്തും എന്നുള്ളത്. പുറത്ത് നമ്മൾ കുറച്ചധികം വൈറൽ വീഡിയോസ് കണ്ടിരുന്നു മസ്താനിയുടെ ഫ്ലൈറ്റ് ലേറ്റ് ആയി എന്നുള്ളത്. അതുകൊണ്ടാണ് മസ്താനിയും ലേറ്റ് ആയി പോയത്. എനിവേ മസ്താനി കയറിയിട്ടുണ്ട്. ആ ഒരു പാട്ടിനനുസരിച്ച് ഇത് ആരുടെ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് സരിക അങ്ങോട്ട് ചെന്നതാണ്. മസ്താനിയാണെന്ന് കണ്ടപ്പോഴത്തേക്കും ചുമ്മാ ഒരു ഹായ് ബൈ ഒക്കെ പറഞ്ഞിട്ട് സരിക ഉൾപ്പെടെ ഈ ബിഗ് ബോസ് ഹൗസിൽ മസ്താനിയുമായിട്ട് യാതൊരു നേരിട്ടൊരു കണക്ഷനും ഇല്ലാത്തവർ ഉൾപ്പെടെ ഒന്ന് ഉൾവലിഞ്ഞു. നെവിൻ പക്ഷേ മസ്താനിയെ പിടിച്ചോണ്ട് പോയി. എന്തിന് നമുക്ക് നോക്കാം. അപ്പോൾ സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ശരിക്കും നെവിൻ ഒരു കൺസിഡറേഷൻ കൊടുത്തു എന്നുള്ള കാര്യം സത്യമാണ്. നെവിന് മസ്താനി ഇവിടെ ഉണ്ടായിരുന്ന സമയത്തെ ആ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. മസ്താനിയെ ഒരിക്കലും നെവിൻ നെഗ്ലക്ട് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ മസ്താനിയും നെവിന്റെ കൂടെ നടന്ന് അകത്തേക്ക് കയറി. മസ്താനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല നെഞ്ചുടിപ്പായിരുന്നിരിക്കാം അല്ലെ. കാരണം എന്ന് വെച്ചാൽ അത്രയും സൈബർ ബുള്ളിങ് ഈ സീസണിൽ കിട്ടിയത് വളരെ ചെറിയ വെറും ഒരാഴ്ച കൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കിയ അന്ന് തൊട്ട് മസ്താനി നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. മെന്റലി ഒരുപാട് കഷ്ടപ്പെട്ട ഒരാളാണ് മസ്താനി. സോ നമുക്ക് വലിച്ചീറാനും ഒട്ടിക്കാനും നിൽക്കണ്ട, പാവം ജീവിച്ചു പോകട്ടെ, എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് മാഷേ. അപ്പോൾ മസ്താനി അവിടെ വന്നുടനെ ഒളിച്ചോടി എവിടെയോ പോയി ഒളിച്ചിരുന്നത് അപ്പാനി തന്നെയാണ്. പേടിച്ചു മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. അത് അക്ബറിനോട് അപ്പാനി പറയുന്നുണ്ട്, ഓ എനിക്ക് പേടിയാന്നേ, എൻ്റെ അടുത്ത് അങ്ങനെ മിണ്ടാൻ വരുവോ? അന്നേരം ഉടനെ അക്ബർ പറയുന്നുണ്ട്, മാന്യമായിട്ട് മിണ്ടാൻ വരികയാണെങ്കിൽ മിണ്ടിക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പം അപ്പാനിക്ക് മിണ്ടാൻ താല്പര്യമില്ല, അപ്പാനിയോട് മിണ്ടാൻ വരണ്ട, അതാണ് അപ്പാനിയുടെ ആവശ്യം. അപ്പൊ അപ്പാനിയും പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉള്ളൂ. അപ്പം അക്ബർ പറയുന്നുണ്ട്, മോട്ടയാണെങ്കിൽ മോട്ടയാണ് എന്നിങ്ങനെ അക്ബർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അപ്പാനി പറയുന്നുണ്ട്, അപ്പാനിയും അക്ബറും ആ പഴയ അപ്പാനിയും അക്ബറും തന്നെ. എനിക്ക് അതങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രണ്ടുപേരും എവിടെങ്കിലും ഒക്കെ ഒരു ബീൻ ബാഗിൽ പോയിരുന്ന് ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് ഇങ്ങനെ അനലൈസ് ചെയ്ത് ഓരോന്ന് പറഞ്ഞ് നല്ല രസമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വലിയ മീൻസ് അതൊന്നും നടക്കത്തൊന്നും ഇല്ലായിരുന്നു. അവരെന്താണോ പ്ലാൻ ചെയ്യുന്നത്, എസ്പെഷ്യലി അപ്പാനി എന്താണോ പ്ലാൻ ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിരുന്നു സംഭവിക്കാറ്. അപ്പൊ അപ്പാനിയും പറയുന്നുണ്ട്, മോട്ടയാണെങ്കിൽ പിന്നെ എന്റെ കാര്യം നോക്കണ്ട, ഞാൻ കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിവേ രണ്ടുപേരും അവിടെ ഇരുന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റേ മസ്താനി അകത്ത് കയറിയ സമയത്ത് ശൈത്യ ഇങ്ങനെ കൈയൊക്കെ വീശി കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. പക്ഷേ മസ്താനി കറക്റ്റ് ശൈത്യയെ കണ്ടു, എന്നിട്ട് ഒഴിഞ്ഞു മാറി ബാക്കി ഷനവാസിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരുടെ പോവുകയാണ് മസ്താനി ചെയ്തത്. എന്നിട്ടും ശൈത്യ വിടാതെ പിന്തുടരുന്നുണ്ട്. അതേപോലെ തന്നെ അനുമോളും മസ്താനിയും തമ്മിൽ സത്യത്തിൽ അകത്ത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതായത് മസ്താനി എവിക്റ്റ് ആകുന്ന സമയത്ത് അനുമോൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് പിന്നെ അനുമോൾ എവിക്റ്റ് ആയാലും മുഖമൊക്കെ വിഷമിപ്പിച്ചാണൊക്കെ ഇങ്ങനെ വന്നിരിക്കും. അതിനകത്ത് വലിയ ഇതൊന്നും ഇല്ല. അനുമോൾ എല്ലായ്പ്പോഴും അങ്ങനെയാണ് പെരുമാറാറ്. പക്ഷെ മസ്താനി പോയ സമയത്ത് എല്ലാവരും ആഘോഷിച്ച സമയത്ത് അനുമോൾക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ മസ്താനി ഇവരെ ആരെയും മൈൻഡ് ചെയ്തിരുന്നില്ല. അതേപോലെ തന്നെ മസ്താനി വന്നു കയറിയപ്പോഴും അനുമോൾ പിന്നാലെ നടക്കുക, എന്നെ ഒന്ന് നോക്ക്, ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ എന്നൊക്കെ പറഞ്ഞ് അനുമോൾ ഇവിടെ കഷ്ടപ്പെടുന്നുണ്ട്. മസ്താനി ഒരു മൈൻഡും കൊടുത്തില്ല. മസ്താനി എങ്ങനെയൊക്കെയോ അകത്ത് കയറി. പക്ഷെ അകത്ത് വന്നിരുന്നതിന് ശേഷം അനുമോൾ അവിടെ നിന്ന് തിരിഞ്ഞ് കുറച്ചൊക്കെ നടന്നു. ബാക്കി എല്ലാവരും മസ്താനിയെ പൊതിയുന്നുണ്ട്. ജിഷിൻ മസ്താനി അടുത്ത് സംസാരിക്കുന്നുണ്ട്, നീ എന്താടി എന്നെ വിളിക്കാൻ എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുന്നുണ്ട് എല്ലാവരും. എന്നിട്ട് മസ്താനിക്ക് ചുറ്റും കൂടുന്ന സമയത്ത് വീണ്ടും അനുമോൾ വന്ന് മസ്താനിയുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് മസ്താനി ശൈത്യയെ കണ്ടപ്പോൾ ശൈത്യ എടുത്ത് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ശൈത്യയെ ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കഷ്ടപ്പെട്ട് ശൈത്യ ആ ഒരു മസ്താനിയുടെ ഹഗ് വാങ്ങിച്ചെടുത്തു. എന്നിട്ട് ശൈത്യ അങ്ങനെ നൈസായിട്ട് ആദിലയുടെയും നൂറയുടെയും ബെഡിലേക്ക് പോയി. സരികയൊക്കെ അവരവിടെ പോയി ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് കഴിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ അനുമോൾക്ക് ആ ഒരു ഹഗ് കിട്ടിയില്ല, ആ ഒരു എന്താ പറയാ വിഷ് കിട്ടിയില്ല, ഒന്നും പറഞ്ഞില്ല. അപ്പൊ അങ്ങോട്ട് വീണ്ടും അനുമോള് മസ്താനിയുടെ ഫ്രണ്ടിലോട്ട് പോയി നിൽക്കുകയാണ്, ചിരിച്ചു കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും മസ്താനിക്ക് മനസ്സിലായി അനുമോൾ ഇവിടുന്ന് ലക്ഷണം ഒന്നും കാണുന്നില്ല. നീ അങ്ങ് മെലിഞ്ഞു പോയല്ലോടി എന്ന് മസ്താനി അനുമോളോട് ചോദിച്ചു. ഓക്കെ, അനുമോൾക്ക് സന്തോഷമായി. അങ്ങനെ അനുമോള് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. പിന്നെ അനുമോള് മസ്താനിയുടെ അടുത്ത് തന്നെ ഇരിക്കുക. കാരണം എന്ന് വെച്ചാൽ അനുമോൾക്ക് അറിയണം മസ്താനി ഇവിടുന്ന് എവിക്റ്റ് ആയി പോയപ്പം എങ്ങനെ ആയിരുന്നു എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഈ വന്നവരെല്ലാം ഇത്രയും ധൈര്യത്തോടെ അനുമോൾക്കെതിരെ സംസാരിക്കുമ്പോൾ അനുമോൾക്കൊരു ടെൻഷനായി തുടങ്ങിയിട്ടുണ്ട്. അതായത് താനാണ് ഈ ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും നെഗറ്റീവായിട്ട് പുറത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തി. മസ്താനിയും ഏകദേശം ഒക്കെ നെഗറ്റീവായിട്ടാണല്ലോ ഇറങ്ങിപ്പോയത്. അപ്പോൾ മസ്താനിക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് ഒക്കെ എനിക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ആയിരിക്കാം അനുമോൾ ചിന്തിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എന്താ, ഇവിടെ വന്ന എല്ലാവരും ഒന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിയേ,
പുറത്തുനിന്ന് വന്ന എല്ലാവരും ഗസ്റ്റ് ആയിട്ട് വന്നപ്പോൾ എല്ലാവരും അനുമോളെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയും ഉണ്ട്. ബിൻസി ഇന്ന് നല്ല രീതിയിൽ കൊടുക്കുമ്പോഴായിരിക്കും അനുമോൾ ആകെ മൊത്തത്തിൽ പിടയ്ക്കാൻ പോകുന്നത്. കാരണം ആരും പറഞ്ഞു കൊടുക്കാൻ പോകുന്നില്ല അനുമോളെടുത്ത്. അനുമോളാണ് ഇവിടുത്തെ പുറത്ത് ഏറ്റവും കൂടുതൽ ഒന്നുകിൽ അനീഷ് അല്ലെങ്കിൽ അനുമോൾ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇനി അതുമല്ലെങ്കിൽ മാത്രമേ അക്ബറിനുള്ളൂ സ്ഥാനം. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ആരും അനുമോൾക്ക് പറഞ്ഞു കൊടുക്കില്ല. അപ്പോഴത്തേക്ക് അനുമോൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അനുമോൾ ഓൾറെഡി അഭിലാഷിന്റെ അടുത്ത് ഒരു പ്ലാനൊക്കെ പറയുന്നുണ്ട്. അതായത് നിങ്ങളെല്ലാവരും ഡയറക്റ്റ്ലി കൊച്ചി എയർപോർട്ടിലൊക്കെ പോകുന്ന സമയത്ത് അവരെ കൊണ്ട് ഞാൻ എങ്ങനെയും ട്രെയിനിൽ ടിക്കറ്റ് എടുപ്പിക്കും, ഞാൻ ഇവരുടെ ഒന്നും മുന്നിൽ പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ അധികം അത് നമുക്ക് ക്ലിയർ ആകുന്നില്ല. എന്തൊക്കെയോ അനുമോൾ അവിടെ തട്ടി വിടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പുറത്ത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കട്ട കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തി അനുമോളാണ്. ഇവരെല്ലാവരും PR ഒക്കെ ചെയ്ത് എന്താക്കി എടുത്തു എന്നായിരിക്കും അനുമോൾ ചിന്തിക്കുന്നത്. എനിവേ മസ്താനി എത്തിക്കഴിഞ്ഞു. എന്തായാലും ഇനി അടുത്ത ഒരു അടി എന്ന് പറയുന്നത് ഫുഡ് ഉണ്ടാക്കാനുള്ള ടൈമായി വരുന്നുണ്ട്. നെവിൻ കരയുന്ന, ജിഷിൻ ഫുഡ് ഉണ്ടാക്കുന്ന, മസ്താനി അടുത്തു നിന്ന് ഫുഡ് ഉണ്ടാക്കുന്ന ആ ഒരു സീനിലേക്കും അക്ബർ നായകനാകാൻ പോകുന്ന, അക്ബർ ഹീറോ ആകാൻ പോകുന്ന ആ ഒരു സീനിലേക്കും ആയിരിക്കും ഇനി അടുത്ത സീൻ എന്ന് പറയുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ എല്ലാവരും ഓർക്കുക, സീരിയൽ ഗ്രാൻഡ്മ ലൈവ് അപ്ഡേഷൻസ് ഈ ഒരാഴ്ച കട്ട കലിപ്പിലിങ്ങോട്ട് വരികയാണ്. കാരണം വെച്ചാൽ ഇനി ഒരാഴ്ചയും കൂടെ ഉള്ളൂ നമ്മുടെ ഫിനാലയ്ക്ക്. ആര് കപ്പ് ഉയർത്തും? അനുമോൾ ഉയർത്തുന്നെങ്കിൽ ഉയർത്തട്ടെ, അല്ലെങ്കിൽ അനീഷ് ഉയർത്തട്ടെ. പിന്നെ എനിക്ക് നെവിനോട് ഈ ഒരു ആഴ്ച ഭയങ്കര സ്നേഹം തോന്നുന്നുണ്ട്. നെവിൻ നല്ല ഒരു കാലിബർ ഉള്ള ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഈ ആഴ്ച ഇങ്ങനെ ഒരു കരച്ചിലും കൂടെ ആകുമ്പോഴത്തേക്ക് നെവിന് കുറച്ച് ഹൈപ്പൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ചാൻസ് ഉണ്ട്, നെവിനും ആ ഒരു ചാൻസ് ഉണ്ട്. ഏതായാലും ടോപ്പ് 5 നെവിൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പുണ്ട്. നമുക്ക് കാണാം. എന്തായാലും നിങ്ങൾ സീരിയൽ ഗ്രാൻഡ്മയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.